തീപ്പെട്ടിയില്ലാതെ ജീവിക്കാൻ ഒരു ദശകം മുൻപ് വരെ സാധ്യമായിരുന്നില്ല. എന്നാൽ ഗ്യാസ് നിറച്ച സിഗരറ്റ് ലൈറ്റുകളും പാചക ഗ്യാസും വീടുകൾ കൈയടക്കിയതോടെ തീപ്പെട്ടിക്ക് അടുക്കളയിൽ സ്ഥാനമില്ലാതായി. തീപ്പെട്ടിയോടുള്ള ഈ അവഗണന ഇല്ലാതാക്കിയത് പതിറ്റാണ്ടുകളായി നിരവധി പേർക്ക് ഉപജീവനമാർഗം നേടിക്കൊടുത്ത തീപ്പെട്ടി നിർമ്മാണശാലകളെയാണ്. കൊടകര ബ്യൂറോയുടെ റിപ്പോർട്ട്. തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി നിരവധി തീപ്പെട്ടി കമ്പനികളാണ് അടുത്ത കാലം വരെ ഉണ്ടായിരുന്നത്. അസംസ്കൃത വസ്തുക്കളുടെ വിലവർധനയും ദൗർലഭ്യവും തീപ്പെട്ടിക്ക് വിപണിയിൽ ഡിമാൻഡ് കുറഞ്ഞു വന്നതും ഇവയിൽ മിക്കതും അടച്ചുപൂട്ടാൻ കാരണമായി. 2 വർഷം മുൻപ് പീച്ചി, കോടാലി, അരിമ്പൂർ, മുള്ളൂർക്കര എന്നിവിടങ്ങളിലായി 4 തീപ്പെട്ടി കമ്പനികൾ ജില്ലയിൽ ഉണ്ടായിരുന്നുവെങ്കിലും പിടിച്ചു നിൽക്കാനാകാതെ ഇവയും ഒന്നൊന്നായി അടച്ചുപൂട്ടി. ആവശ്യക്കാർ കുറവാണെങ്കിലും തീപ്പെട്ടി ഇപ്പോഴും വിപണിയിലുണ്ട്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന കടലാസു തീപ്പെട്ടികളാണ് ഇവ. ഇലവ്, മട്ടി തുടങ്ങിയ വെള്ളമരങ്ങളാണ് തീപ്പെട്ടി നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നത്. ഇലവ് തീപ്പെട്ടിയുടെ കൂട് നിർമ്മിക്കാനും മട്ടി കൊള്ളികളുടെ നിർമ്മാണത്തിനും ഉപയോഗിച്ചിരുന്നു. കൂടാതെ പൊട്ടാസ്യം ക്ലോറൈഡ്, വജ്രപ്പശ, ഗ്ലാസ് പൗഡർ, സൾഫർ, ഫോസ്ഫറസ്, റെഡ് മാംഗനീസ് തുടങ്ങിയ രാസപദാർത്ഥങ്ങളും തീപ്പെട്ടി നിർമ്മാണത്തിന് ആവശ്യമായിരുന്നു. ഗ്യാസ് അടുപ്പുകൾ വ്യാപകമായതോടെ തീപ്പെട്ടിക്ക് ആവശ്യക്കാർ കുറഞ്ഞപ്പോൾ പുകവലിക്കാർ മാത്രമാണ് ഈ ചെറുകിട വ്യവസായത്തെ താങ്ങി നിർത്തിയത്. എന്നാൽ ഗ്യാസ് നിറച്ച സിഗരറ്റ് ലൈറ്റുകൾ തുച്ഛമായ വിലയ്ക്ക് വിപണിയിലെത്തിയതോടെ തീപ്പെട്ടി വ്യവസായം പ്രതിസന്ധിയിലായി. പുതിയ തലമുറയിൽ പുകവലിക്കാരുടെ എണ്ണം കുറഞ്ഞതും തീപ്പെട്ടിയുടെ വിൽപ്പന ഗണ്യമായി കുറയാൻ കാരണമായിട്ടുണ്ടെന്ന് കോടാലിയിലെ വ്യാപാരിയായ കൈതയിൽ ചന്ദ്രൻ പറഞ്ഞു. ഈ ലാമ്പുകൾ വന്നതിന് ശേഷം തീപ്പെട്ടി വളരെ ചെലവ് കുറവാണ്, 80% കുറവാണ്. അതും തീപ്പെട്ടി വളരെ മോശമാണ്. തമിഴ്നാടൻ തീപ്പെട്ടിയാണ്. മറ്റത്തൂർ തീപ്പെട്ടി വ്യവസായ സഹകരണ സംഘത്തിന് കീഴിൽ വർഷങ്ങളോളം നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്ന കോടാലി തീപ്പെട്ടി കമ്പനിയും പിടിച്ചു നിൽക്കാനാകാതെ ഈയിടെ അടച്ചുപൂട്ടി. അടുത്ത കാലത്തായി വർദ്ധിച്ചുവന്ന തീവ്രവാദ പ്രവർത്തനങ്ങളും സ്ഫോടന പരമ്പരകളും തീപ്പെട്ടി വ്യവസായത്തിന്റെ നാശത്തിന് വേഗം കൂട്ടി. തീപ്പെട്ടി ഉണ്ടാക്കാൻ ആവശ്യമായ പൊട്ടാസ്യം ക്ലോറൈഡ് തുടങ്ങിയ രാസപദാർത്ഥങ്ങൾ സ്ഫോടനത്തിന് ഉപയോഗിക്കുന്നവയായതിനാൽ ഇത് വാങ്ങുന്നതിനും സംഭരിക്കുന്നതിനും അധികൃതർ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയത് തീപ്പെട്ടി വ്യവസായത്തെ ശ്വാസമുട്ടിച്ചു. കമ്പനികൾ പൂട്ടിയതോടെ ജില്ലയിൽ 4 കമ്പനികളിലായി ജോലി ചെയ്തിരുന്ന 100 കണക്കിന് തൊഴിലാളികൾ മറ്റു മേഖലകളിലേക്ക് തിരിഞ്ഞു. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന കടലാസു തീപ്പെട്ടികൾ കുറഞ്ഞ തോതിലാണെങ്കിലും കടകളിൽ വിറ്റഴിയുന്നുണ്ട്. എന്നാൽ ഇത്തരം തീപ്പെട്ടികൾ നാടൻ തീപ്പെട്ടികളെ അപേക്ഷിച്ച് ഗുണനിലവാരം കുറഞ്ഞവയാണ്. കൊള്ളികളിൽ പകുതി എണ്ണം പോലും കത്തില്ല. ഗതകാല പ്രൗഢിയുടെ സ്മരണകൾ ഉറങ്ങുന്ന മറ്റത്തൂർ തീപ്പെട്ടി വ്യവസായ സഹകരണ സംഘത്തിന്റെ കെട്ടിടവും സ്ഥലവും കോടാലി അംബേദ്കർ ഗ്രാമത്തിന് സമീപം കാട് കയറി നശിക്കുകയാണ്.